Welcome to the new academic year and also welcome to SS online class. Today I am going to teach you social studies of standard 5 chapter 1 the earth our home. That is our new lesson. You find the test chapter 1 the earth our home. This is our first chapter. You know that earth is the only planet that has a life. അല്ലെ ജീവൻ നിലനിർത്തുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ്? Our earth. Our planet is the only that has a life. And you know that ഭൂമിയിൽ കൂടുതൽ ഭാഗവും വെള്ളവും കുറച്ച് ഭാഗം മാത്രമേ എന്തുള്ളൂ ലാൻഡ് ഉള്ളൂ. അതാണ് അബൌട്ട് ഇറ്റ് കംപ്രൈസസ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്. ഇറ്റ് ഇൻക്ലൂഡ് കൺസിഡർ യു ഇമാജിൻ ഇറ്റ് ആസ് എ എർത്ത്. അബൌട്ട് 71% contain water and only 29% land. അല്ലേ? ഭൂമിയിൽ 71% വെള്ളവും എത്രയാണ് 29% 29% മാത്രമേ എന്തുള്ളൂ ലാൻഡ് ഉള്ളൂ. അപ്പം എർത്ത് കംപ്രൈസസ് ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് ഭൂമിയിലെ 30% വെള്ളവും 29% മാത്രമേ കരഭാഗം ഉള്ളൂ. ആൻഡ് സോ ദി ലാർജ് ലാൻഡ് മാസസ് ഓൺ ദി എർത്ത് ഈസ് കോൾഡ് എ കോണ്ടിനെന്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ലാൻഡ് മാസസിനെയാണ്. ലാർജ് ലാൻഡ് മാസസ് ഓൺ ദി എർത്ത് ഈസ് കോൾഡ് കോണ്ടിനെന്റ്സ്. ആൻഡ് വാട്ടർ ബോഡീസ് ആർ കോൾഡ് ഓഷ്യൻസ്. ജലഭാഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓഷ്യൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ കോണ്ടിനെന്റ്സ് എന്ന് പറഞ്ഞാൽ there are 7 continents. അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 7 കോണ്ടിനെന്റ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? യു ഓൾസോ ടേക്ക് യുവർ ടെസ്റ്റ് ആൻഡ് അണ്ടർലൈൻ ദിസ് പാർട്ട്. എന്താണ് കോണ്ടിനെന്റ്സ്? there are 7 continents in the world. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. നിങ്ങൾ ഇതേ സമയം ടെസ്റ്റ് എടുത്ത് ഈ ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യണം കേട്ടോ. there are 7 continents. ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. ദീസ് ആർ ദി 7 continents. Then you look at in your world map. Can you see this world map? ഇതൊക്കെയാണ് കോണ്ടിനെന്റ്സ്. നമ്മൾ ആദ്യം പറഞ്ഞു ഏതാ? ഏഷ്യ. കണ്ടല്ലോ, ദിസ് വൺ ഏഷ്യ. കണ്ടോ ഏഷ്യ, ഏഷ്യൻ കോണ്ടിനെന്റ്. ദെൻ അതിൻ്റെ തൊട്ട് തന്നെ കണ്ടല്ലോ ഏതാണ്? യൂറോപ്പ്. കണ്ടല്ലോ യൂറോപ്പ് കണ്ടു, യൂറോപ്പ്. ദെൻ ആഫ്രിക്ക. ദെൻ ദിസ് ഗ്രീൻ കളർ ഉണ്ടോ? ആഫ്രിക്ക. ദെൻ ഓസ്ട്രേലിയ ഉണ്ടോ? ഐലൻഡ് കോണ്ടിനെന്റ് നമ്മൾ വിളിക്കുന്ന ഓസ്ട്രേലിയ. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഉണ്ടല്ലോ, ആൻഡ് അന്റാർട്ടിക്ക. ദീസ് ആർ ദി 7 continents. ഓക്കെ, 7 continents. ഏതൊക്കെയാണ്? വൺസ് അഗെയിൻ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. യു ഓൾസോ ഫൈൻഡ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേൾഡ് മാപ്പ്. വേൾഡ് മാപ്പിൻ്റെ സഹായത്തോടു കൂടി വീണ്ടും അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പഠിക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഏഷ്യ? അപ്പോൾ ഏഷ്യ നമ്മൾ പഠിച്ചു 7 continents. ഏഷ്യ എന്ന് പറഞ്ഞാൽ അതിലെ can you again see this ഏഷ്യ, ഏഷ്യൻ കോണ്ടിനെൻ്റ്. ഇത് നമ്മൾ പഠിക്കുന്നത് ഏഷ്യൻ കോണ്ടിനെൻറ്റിനെ കുറിച്ചാണ്. can you see this one? Asia. Okay. Then you know that it is the largest continent. First point to know about this Asia, it is the largest continent. Then and it occupies 1/3 of the land area of the earth. The world's 2 most populous countries, China and India, are in Asia. You also find in your test what is the first important? It is the largest continent. Then the most populous countries like
ചൈന ആൻഡ് ഇന്ത്യ ആർ ഇൻ ഏഷ്യ. അപ്പോൾ 2 പോയിന്റ് പഠിച്ചു. ഏതാണ് പോപ്പുലസ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളായ ചൈനയും ഇന്ത്യയും ഏത് കോണ്ടിനെൻറ്റിൽ വരുന്നു? ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ. ദെൻ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി വേൾഡ് മൗണ്ട് എവറസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ് ഓൺ ദി ലാൻഡ് ദ ഡെഡ് സീ ബോത്ത് ആർ ഇൻ ഏഷ്യ. മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മൗണ്ട് എവറസ്റ്റ് ഏറ്റവും വലിയ കൊടുമുടി അല്ലേ, ആ മൗണ്ട് എവറസ്റ്റും ഏറ്റവും താഴ്ന്ന പ്രദേശമായ ഡെഡ് സീയും എവിടെ തന്നെയാണ്? ഏഷ്യയിലാണ്. പിന്നെ അബൌട്ട് ദ ബോർഡർ ഓഫ് ദിസ് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ ബോർഡർ ഈസ്റ്റ് പസഫിക് ഓഷ്യൻ. Can you see this one? Asia, this eastern part of this one and this Pacific Ocean. Then in the south Indian Ocean. Then and the north Arctic Ocean. These are the boundaries of Asia. Main point എന്തൊക്കെയാണ് ഏഷ്യയെക്കുറിച്ച് ഓർക്കുക? ലാർജസ്റ്റ് കോണ്ടിനെൻ്റ്, പോപ്പുലസ് കൺട്രീസ് ലൈക്ക് ചൈന ആൻഡ് India located in this Asia and continent. Then Mount Everest and highest point of the earth lies here, that is in Nepal. Then Dead Sea also, that is a lowest point, that is also in Asian continent. Then next Africa. Can you see again the location of Africa in the world map? Can you see this one? Africa. This is a green color. എന്തൊക്കെയാണ് ആഫ്രിക്കയെക്കുറിച്ച് ഓർക്കാനുള്ളത്? ആഫ്രിക്ക ദിസ് ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ഇത് ആഫ്രിക്ക. ആൻഡ് മോസ്റ്റ് റീജിയൻസ് ഓഫ് ആഫ്രിക്ക ലൈസ് വിത്തിൻ ട്രോപ്പിക്സ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ട്രോപ്പിക്സിലാണ് മോസ്റ്റ് റീജിയൻസ് ഓഫ് ആഫ്രിക്ക ലൈഫ് എന്ന് പറഞ്ഞാൽ. ട്രോപ്പിക്സ് എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും നമ്മൾ നേരത്തെ പഠിച്ച ലൊക്കേഷൻ പഠിച്ചപ്പോൾ ഇക്വേറ്റർ, അത് കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പഠിച്ചില്ലേ? അതിനിടയിലുള്ള ഭാഗമാണ് ഏത്? ഈ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. അതിൻ്റെ ലൊക്കേഷൻ ഓക്കെ. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഈ മിഡിൽ ഭാഗത്താണ് ഏത്? ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ വേൾഡ്സ് highest or largest desert, that is Sahara, is also in Africa. Then the longest river in the world, that is Nile, also we can find in this African continent. Then and in this place is home to variety of vegetations and wildlife. പലതരത്തിലുള്ള വെജിറ്റേഷൻസ് അല്ലേ, സസ്യപ്രകൃതികളുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളും നന്നായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഏത്? ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ആഫ്രിക്കയെക്കുറിച്ച് ഓർക്കുന്നത്? ഇറ്റ് ലൈസ് ഇൻ ട്രോപ്പിക്സ് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇടയിലുള്ള ഭാഗമാണ് ട്രോപ്പിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആഫ്രിക്ക എവിടെ സ്ഥിതി ചെയ്യുന്നു? ട്രോപ്പിക്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ദെൻ വേൾഡ്സ് ലാർജസ്റ്റ് ഡെസേർട്ട് ലൈക്ക് സഹാറ lies in this continent. The longest river Nile also flow through this continent. Then it is a home to variety of wildlife and vegetations. These are the importance of continent Africa. Then North America. Next North America. Can you see again this location of North America? Can you see this one? North America. Okay. North America. Okay. And what are the importance of this North America? It's a third largest continent. Then it was accidentally discovered by Christopher Columbus. ആരാണ് ഈ കോണ്ടിനെൻ്റ് കണ്ടുപിടിച്ചത്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് യാദൃശ്ചികമായി കണ്ടെത്തിയത്. അതായത് ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് റൂട്ട് ടു ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള യാത്രാമാർഗ്ഗെ ആക്സിഡൻ്റലി ഹി വെൻ ടു ദിസ് നോർത്ത് അമേരിക്ക. ഇന്ത്യയിലേക്ക് വരാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ യാദൃശ്ചികമായി അദ്ദേഹം ചെന്ന് എവിടെയാണ് എത്തപ്പെട്ടത്? നമ്മുടെ നോർത്ത് അമേരിക്കയിലായിരുന്നു എത്തപ്പെട്ടത്. So mountain ranges like Rocky Mount Rocky also found in this North American continent.
highest peak in this continent, അതായത് നോർത്ത് അമേരിക്കയിലെ highest peak ഏതാണ്? Denali. Previously it called Mount McKinley. That is also in North American continent. Then North American lowest point ഏതാണ്? Death Valley. That is also in California. These are the important places we can found in this North America. ഇതൊക്കെയാണ് third largest continent. Christopher Columbus accidentally discovered this place. Then Mount Rocky is also in this continent. Then Denali and Death Valley also we can found in this North American continent. These are about today's class. You read page number 257 and 258. 2 pages. You study it and read it well and underline this main points. Okay, underline this main point from the text. Okay, then okay, all this you underlined and studied. North America, Christopher Columbus accidentally discovered. Then Mount Rockies, then highest peak this continent Denali, and lowest point that is Death Valley. All these main points you studied well. Today's class is over. Thank you.